Demo class, just one word, but so much pressure, right? Panel members, unknown students, and only 15 minutes to prove yourself as a teacher. If you have a PSC teacher interview or CBSE school demo coming up, this video is for you. ഒരു ഡെമോ ക്ലാസ് കോൺഫിഡൻസോടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ഡെമോ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സാമ്പിൾ ക്ലാസ്. നിങ്ങളുടെ ഡെമോ ക്ലാസ്സിൽ പാനൽ മെമ്പേഴ്സ് എന്തൊക്കെ ചെക്ക് ചെയ്യും അറിയോ നിങ്ങൾക്ക്? ഒന്നാമതായിട്ട് ഡെമോ ക്ലാസ്സിൽ നിങ്ങൾ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട് നിങ്ങൾ ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുന്നുണ്ടോ? മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ക്ലാസ് റൂം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നാലാമതായിട്ട് നിങ്ങളുടെ ടോപ്പിക് നിങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ 15 മിനിറ്റിനുള്ളിൽ, വെറും 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇന്റർവ്യൂ പാനൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഒരു ഡെമോ ക്ലാസ്സിന് പോകുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഡ്രസ്സ് ധരിച്ചിട്ട് വേണം പോവാൻ. യുവർ ഡ്രസ്സിംഗ് ഷുഡ് റിഫ്ലക്ട് യുവർ സീരിയസ്നെസ് അബൌട്ട് ദ ടീച്ചിങ് പ്രൊഫഷൻ. ക്യാരി യുവർ ലെസൺ പ്ലാൻ, നീറ്റ്ലി റിട്ടൺ ഓർ പ്രിന്റഡ്. Don't forget your teaching aids like flashcards, a whiteboard marker or a chart. Keep a polite smile and a positive attitude. Your energy will reflect in your teaching. നിങ്ങൾ പുതിയ ടീച്ചർമാർ ഡെമോ ക്ലാസ് തുടങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തോടു കൂടി വേണം നിങ്ങൾ ഡെമോ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റുഡൻസിന്റെ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്തതായിട്ട് യൂസ് TLMs. ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലാഷ് കാർഡ്സും ചാർട്ടും മോഡൽസും ഒക്കെ ഉപയോഗിച്ചിരിക്കണം. അടുത്തതായിട്ട് ടോക്ക് വിത്ത് എനർജി. നിങ്ങളുടെ സംസാരത്തിൽ നല്ലൊരു എനർജി ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഇങ്ങനെ ഒരു ശബ്ദമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ആർക്കോ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന പോലെ നിങ്ങൾ ക്ലാസ് എടുക്കരുത്. നല്ല എനർജിയോട് കൂടി വേണം നിങ്ങൾ ക്ലാസ് എടുക്കാൻ. അടുത്തതായിട്ട് ഐ കോണ്ടാക്ട് വിത്ത് സ്റ്റുഡൻസ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ കുട്ടികളെയും ഒബ്സർവ് ചെയ്യണം. അടുത്തതായിട്ട് ഇൻവോൾവ് ദ ക്ലാസ്. വാട്ട് ഡു യു തിങ്ക്? ക്യാൻ എനിവൺ ആൻസർ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ക്ലാസിന്റെ ഇടയിൽ നിങ്ങൾ ചോദിക്കണം. അടുത്തതായിട്ട് ഡോണ്ട് റഷ്, സ്പീക്ക് ക്ലിയർലി. ലെസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും തിരക്ക് പിടിച്ച് വേഗം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിൽ നടത്താൻ വേണ്ടി പാടില്ല. വളരെ സാവധാനത്തിൽ അതിന് വേണ്ടുന്ന സമയം കൊടുത്ത് വേണം നിങ്ങൾ ലെസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. End your teaching with a short recap activity. Matching, filling the blanks, question and answer. അവസാനം ടീച്ചർ കുട്ടികളോട് ചോദിക്കുക, ചിൽഡ്രൻ വാട്ട് ഡിഡ് വി ലേൺ ടുഡേ? ഒന്നുകിൽ സ്റ്റുഡൻസിന് ആൻസർ പറയാൻ അനുവദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്വിക്ക് റീക്യാപ്പ് ചെയ്യുക. Then confidently say, thank you so much for your attention. With this I conclude today's class. I hope you enjoyed it. Then look at the panel. Smile politely. Thank you, respected panel. Then walk out with confidence. Demo class is not about perfection. It is about your passion for teaching. Practice well. Use simple language. Don't panic if students are silent. Just continue smoothly. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നല്ല ടീച്ചർമാരാണ്. Just show that with confidence. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒരു മോട്ടിവേഷൻ, അത്രയും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.